അപ്പോൾ നമ്മളിന്നൊരു ചേസ് ഇറക്കിയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് ഒരു ചേസ് ഇറക്കണമെന്ന്. ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ് ചേസ് ഇറക്കണം, പക്ഷെ നടന്നില്ല. ഇതിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഒന്ന് ചേസിന് ഡെലിവറിയായി കിട്ടാനായിട്ട്. ഇന്നാണ് ഇതിൻ്റെ ഡെലിവറി ഒന്ന് ആയത്. പിന്നെ നമ്മുടെ ഇത് മോഡൽ വരണമെങ്കിൽ ZAstra BS6 മോഡലാണ്. നെറ്റിപ്പൊട്ടൊക്കെ മേടിക്കാൻ അഖിൽ ബ്രോ പോയിട്ടുണ്ട്. നെറ്റിപ്പൊട്ടൊക്കെ ഇനിയിപ്പോൾ കൈം കൊണ്ട് വയ്ക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റിപ്പൊട്ടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിപ്പൊട്ടം അവിടെ വെച്ചിട്ടുണ്ടതാ. അടിപൊളിയായിട്ട് നമ്മൾ നെറ്റിപ്പൊട്ടമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റിപ്പൊട്ടം വെച്ച് ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ചെക്കൻ്റെ ഒരു മാസ് എൻട്രി തന്നെ ഇനി ഉണ്ടായിരിക്കും. ഉടൻ തന്നെ ബോഡി വർക്കിനൊക്കെ ആയിട്ട് കൊണ്ടുപോകണം ഗൈസ്. സത്യം പറയാമല്ലോ, ഒരുപാട് നാളായിട്ട് വിചാരിച്ചതാണ് എന്താണ് വണ്ടി ഒന്ന് റെഡിയാക്കി ഇറക്കണമെന്നൊക്കെ. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നേരെ, അതായത് മീൻസ് ഞാൻ ഈ വണ്ടിയുടെ ഡെലിവറി ഡേറ്റ് കഴിയാറായിരുന്നു. ഏതാണ്ട് 3-4 ദിവസമായി കേസ് ഇങ്ങനെ വണ്ടി വന്ന് ഷോറൂമിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഞാൻ ഈ പുതിയ വീടിൻ്റെ വർക്കിങ്ങിലും കോമ്പൗണ്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി. ഇന്നാണ് നമുക്ക് സമയം ഒത്ത് വന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ വന്ന് ചെക്കനെ മേടിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരുവിധം എല്ലാം ഒന്ന് ഒതുങ്ങി തീരുന്ന രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ ഒന്നും നമ്മളങ്ങനെ ചെയ്തില്ല. ചെറുടെ നെറ്റിപ്പൊട്ടൊക്കെ വെച്ച് ഇനിയിട്ട് കഴിയുമ്പോൾ നമുക്കിനിപ്പോൾ രാവിലെ ആയിട്ട് ഞാനിപ്പം വരാം. എൻ്റെ അമ്മോ ഗൈസ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. വണ്ടി ഇവിടെ ഇച്ചാതിരി ലുക്കി കിടക്കുകയാണ്. ഞാൻ പല്ലൊക്കെ തേച്ച് കുളിച്ചൊന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി എന്താ പറഞ്ഞാൽ നമുക്ക് നേരെ പണിക്കിറക്കാമെന്നല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് നേരെ വണ്ടി ഞാൻ എന്തിനാണ് ഇത്ര നേരത്തെ, അതായത് പെട്ടെന്ന് എന്തിനാണ് ഈ വണ്ടി പണിക്കിറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കധികം സമയമില്ല ഗൈസ്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ പൈസ ഇപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിൽ ആകെ എപ്പോഴെങ്കിലും ആണ് വല്ലപ്പോഴൊക്കെ പൈസ വന്ന് പോകുന്നതാണ്. അപ്പോഴാണ് ഇതുപോലെ ചേസും ഇതൊക്കെ മേടിക്കുന്നത്. പക്ഷെ ഇപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചതിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതുപോലെ ചേസ് ഓടിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലപ്പോൾ മാത്രമേ ഞാൻ ചേസ് അടിക്കാറുള്ളൂ. ഇപ്പോഴാണ് ഈ പൈസയൊക്കെ കയ്യിൽ ഒത്തു വന്നപ്പോൾ ആണ് ഞാൻ ഈ ചേസൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ ചേസിൽ ഭാരത് ബെൻസിൻ്റെ സീറ്റ് ഞാൻ വേണമെന്ന് ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല. അതായത് നമ്മുടെ ലൈലാൻഡിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ അവരെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവരെനിക്ക് മെയിനായിട്ട് അവരെനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്നൊരിതാണ്. അപ്പം അവരവിടെ എടുത്തു വെച്ചു. അതായത് മെയിനായിട്ട് അവർ വന്ന ഏറ്റവും പുതിയ അതൊരു കിഡിലും മോഡലിൽ ഭാരത് ബെൻസിൻ്റെ ഒരു കിഡിലും വണ്ടീനെ അതായത് അവിടെ പൊളിക്കാനൊന്നോ ബാഡായിട്ട് കൊണ്ടുവന്നൊരു വണ്ടിയായിരുന്നു. അതിൽ ഇന്നൊരു കിഡിലും ഭാരത് ബെൻസിൻ്റെ സീറ്റാണ് അവന്മാർ എനിക്ക് എടുത്ത് തന്നത്. അത് കുഷനൊക്കെ മാറ്റി ഒരു പൊളിയാക്കി എനിക്ക് കൊണ്ട് തന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഭാരത് ബെൻസിൻ്റെ അല്ല, പ്രകാശിൽ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ബിഗ് താങ്ക്സ് തന്നെ പറയാനുണ്ട്. ഇപ്പോൾ എന്താ പറഞ്ഞാൽ വണ്ടിയുടെ പണിയൊക്കെ തീർന്നൊരു 2 ദിവസത്തിനുള്ളിൽ, അതായത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് 2 ആഴ്ച 2 മാസം അതിനുള്ളിൽ തന്നെ വണ്ടി ഇറങ്ങുമായിരിക്കും. വി ഹാവ് ടു വെയിറ്റ്. ഭയങ്കര കട്ട വെയിറ്റിങ്ങിലൊക്കെ ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നതിന് സോറി. അപ്പം നമ്മൾ അധികം താമസിയാതെ തന്നെ വണ്ടിയൊക്കെ ഇറക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വണ്ടിയുടെ പണിയൊക്കെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരണം കേട്ടോ. കാരണം അവർ വർക്കിന് മാത്രമേ അകത്തോട് വരാനുള്ളൂ. അപ്പോൾ വേറെ വല്ല വർക്ക് വല്ലതും വരാനില്ല. എന്താ പറഞ്ഞാലും ഞാനിത് ചേസിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടേ നെറ്റിപ്പട്ടമൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നെറ്റിപ്പട്ടമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം വരും. അതിൻ്റെ ആവശ്യം വരും കേസ്. നെറ്റിപ്പട്ടം മാറി കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തൊന്ന് മനസ്സിലായല്ലോ. വണ്ടി ഇവിടെ ഇടാം, കണ്ടു വരാം. ഓക്കെ കേസ്, അങ്ങനെ വണ്ടി അകത്തോട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി അകത്തോട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി റിവേഴ്സ് വീഴൂലേ, റിവേഴ്സ് വരുന്നുണ്ടോ. ഓ, നമുക്ക് അങ്ങനെ ഉറച്ചു ഈ വണ്ടിയെ അകത്തോട്ട് കയറ്റി ഇട്ടിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കാട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി അകത്തോട്ട് എടുത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വണ്ടി നെറ്റിപ്പട്ടം മാറി കൊടുക്കേണ്ടി വരും, അത് ഉറപ്പാട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം ഉറപ്പായിട്ട് മാറി കൊടുക്കേണ്ടി വരും. നമുക്ക് വണ്ടി അങ്ങോട്ട് ഒട്ടിച്ചു വിട്ടേക്കാം. ഓക്കെ, വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി എത്തി കഴിയുമ്പോൾ നെറ്റിപ്പട്ടം ഗൈസ്. അപ്പോൾ നെറ്റിപ്പട്ടം മാറി കൊടുക്കണമെന്നാണ് പറയുന്നത്. നെറ്റിപ്പട്ടം മാറി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ ഭാരത് ബെൻസിൻ്റെ സീറ്റ് ഇത്ര കംഫർട്ടബിൾ ആക്കി അതിനകത്ത് എയർ സീറ്റ് ആക്കിയിട്ടുണ്ട്. അവർ എയർ സീറ്റ് അല്ല തന്നെ, മറ്റേ സീറ്റാണ് തന്നെ. അപ്പോൾ എയർ സീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. അതൊരു ഇതെല്ലാം കംപ്ലീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്ക് നെറ്റിപ്പട്ടം മാറ്റി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ നെറ്റിപ്പട്ടം എടുത്ത് ഇവിടെ കൊണ്ടുവെക്കാനാണ് എന്നെ വിളിക്കാൻ ആരും വന്നില്ല ഗൈസ്. നെറ്റിപ്പട്ടം മാറ്റിട്ടെ. ഓക്കെ, നമ്മൾ നെറ്റിപ്പട്ടം റിബണും മാറ്റി, 2 മാറ്റി. അപ്പോൾ ആ വണ്ടി ചെക്കൻ കംപ്ലീറ്റ് ലുക്കിലോട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സീസൺ നെക്സ്റ്റ് 1 ബൈ.